യുദ്ധവുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിവാദമാണ് ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനുമായി ചർച്ചയുണ്ട് എന്ന് ട്രംപ് സോഷ്യൽ ട്രൂത്തിലൂടെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. വളരെ കൃത്യതയോടുകൂടി പരസ്പരം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ച ഇറാനുമായിട്ട് നടത്തുന്നുണ്ട് എന്നും അതിന് ഏറെക്കുറെ മാന്യമായിരിക്കുന്ന ഒരു പരിഹാരമുണ്ടാകും എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇറാൻ്റെ മറുപടി, ഒരു ചർച്ചയും അമേരിക്കയുമായിട്ടില്ല, അമേരിക്കയുമായി ചർച്ച നടത്താൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. അവർ യുദ്ധം നിർത്തിയപ്പോൾ ഞങ്ങൾ യുദ്ധം നിർത്തി, അത്ര തന്നെയുള്ളൂ. ഒരു കരാർ അടിസ്ഥാനത്തിലൊന്നുമല്ല. എപ്പോഴും അവർക്ക് യുദ്ധം തുടരും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഞങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിന് മറുപടിയാണ് ഇറാൻ പറഞ്ഞിരിക്കുക. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമാധാന വിഷയം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇപ്പോൾ പറയപ്പെടുന്നത്. ആയുധമില്ലാത്തതിനാലാണ് ഇറാനുമായി ചർച്ച ചെയ്യുന്നതും അതോടൊപ്പം തന്നെ യുദ്ധം അവസാനിപ്പിച്ചതും എന്നും വാൾ സ്ട്രീറ്റ് ജേർണൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അത് വലിയ വിവാദമായിരിക്കുന്ന റിപ്പോർട്ടാണ്. അത് ട്രംപിൻ്റെ പ്രതികരണമാണ്. ആയുധത്തിൻ്റെ കുറവുള്ളത് കൊണ്ടല്ല, പകരം സമാധാനമാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന മാർഗം എന്ന് അമേരിക്ക മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അതിന് മറുപടിയും പറഞ്ഞു. പക്ഷേ ലോകം ഇപ്പോൾ ട്രംപ് പറയുന്നത് ഏതെങ്കിലും കാര്യങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ട്രംപിനെ തന്നെ കുറ്റം പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ വളരെ ഗൗരവമാണ് എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ വിലയിരുത്തുന്നു, രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു, രാഷ്ട്ര ഭരണാധികാരികൾ വിലയിരുത്തുന്നു. ലോകത്താകമാനമുള്ള രാജ്യത്തിൻ്റെ വിദേശ സംവിധാനങ്ങൾ, അതായത് വിദേശകാര്യ വകുപ്പ്, അതേപോലെ തന്നെ എംബസി, കോൺസുലേറ്റ് പോലെയുള്ള അതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയും എത്താത്ത ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിലാണുള്ളത് എന്നുള്ളതും ഇതിനാലെ ലോകത്തുള്ള ആകമാന മനുഷ്യർക്ക് വലിയ പ്രയാസവും പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികപരമായ രീതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റെല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കുന്നു. ഇതൊക്കെ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദി അമേരിക്കയും അതോടൊപ്പം തന്നെ ട്രംപും മാത്രമാണ് എന്ന് പറഞ്ഞു നിർത്തുന്നു. ഈ രണ്ട് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഷിയ വിഭാഗമായിരിക്കുന്ന ഇറാനികളുടെ കൈവശത്തിലാണ്. അത് ലോകത്തെ നിയന്ത്രിക്കുന്ന കടലിടുക്കാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് കടലിടുക്ക് മതി ലോകാവസാനം വരെ ഇറാൻ യുദ്ധം ജയിക്കാൻ എന്നവർ പറയുന്നു. ഒന്ന് ഓർമുസിന് ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട്, മറ്റൊന്ന് ചെങ്കടൽ, ഹൂത്തികളുടെ അതിർത്തി പങ്കിടുന്ന ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ചെങ്കടലിൻ്റെ മുനമ്പായിരിക്കുന്ന ബാബുൽ മന്ദബുമായിട്ട് ബന്ധപ്പെട്ട്. ഈ രണ്ട് നിയന്ത്രണമാണ് ഇപ്പോൾ ലോകത്തെ വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാക്കിയിരിക്കുന്ന രണ്ട് മുനമ്പുകൾ. രണ്ട് മേഖലയിലൂടെയും കപ്പലുകൾ പോകണമെങ്കിൽ ഈ രാജ്യങ്ങളുടെ അനുവാദം വേണം. ഈ രാജ്യങ്ങളുടെ അനുവാദമില്ലാതെ പോയാലും അവർ വെടിവെക്കും, വലിയ തകർക്കും, വലിയ നഷ്ടങ്ങളും ഉണ്ടാകും. ആ നഷ്ടങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ലോകത്തിന് അറിയാവുന്നതാണ്. രണ്ടാമത്തത് ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള പല സംഭവ വികാസങ്ങളെക്കുറിച്ചും കൃത്യമായ രീതിയിലൊരു അനലൈസ് ചെയ്യണം എന്നും ഈ അമേരിക്കൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എഴുതി തള്ളുന്ന രീതിയിലേക്കൊക്കെ വരുന്ന സമയത്ത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ രീതിയിൽ ട്രംപിന് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ജീവിതത്തിന് പ്രയാസം അനുഭവിക്കുന്നവരെന്നല്ല അമേരിക്കൻ പ്രസിഡന്റുമാർ. പക്ഷേ ആ രാജ്യത്തിലെ ജനങ്ങൾ അത് പ്രയാസപ്പെടുന്നു. ആ രാജ്യത്തിലെ ജനങ്ങൾ മാത്രമല്ല, ലോകത്താകമാനമുള്ള ജനങ്ങൾ പ്രയാസപ്പെടുന്നു. ഹോർമുസിൻ്റെ നിയന്ത്രണം എത്രകാലം യുദ്ധം ചെയ്താലും ഇറാൻ എന്ന് പറയുന്ന ഭരണകൂട സംവിധാനങ്ങൾ തകരാത്തിടത്തോളം കാലം ഹോർമുസിനെ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഇറാനുമായിട്ടല്ല, ഹോർമുസുമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ 2-3 ദിവസമായുള്ള ഒരു ശാന്തത, അത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ്. ഒരു കൃത്യമായിരിക്കുന്ന വിവരം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതൊരു കാര്യം പറഞ്ഞാലും അയാളെ ലോകം വിശ്വസിക്കുന്നില്ല. കള്ളത്തരവും പൊള്ളത്തരവും മാത്രം പറയുന്ന ഒരു ഭരണാധികാരിയായിട്ട് അസ്തമിച്ചിരിക്കുന്നു എന്നാണ്. ഇയാളെ തന്നെ ഇയാൾ തിരുത്തും. ഇന്ന് പറയുന്ന കാര്യമായിരിക്കില്ല നാളെ പറയുക, അത് മാറ്റി പറയും. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം മുനമ്പിലൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന നിലപാടായിട്ട് ട്രംപിൻ്റെ നിലപാടിനെ ആരും കാണുന്നില്ല. കാര്യം ഇത്ര ദിവസം കൊണ്ട് അത് തകർത്തെറിഞ്ഞിട്ട് ഇറാനിലെ പുതിയ ഭരണ സംവിധാനം വന്ന് അവിടുത്തെ മുമ്പ് രാജ്യം വിട്ടുപോയിരിക്കുന്ന ഭരണാധികാരികളോട് കൂടിയിരുത്തി അവിടുത്തെ പെട്രോളിയത്തിൻ്റെ അധികാരം മുഴുവനും അമേരിക്ക ഏറ്റെടുക്കുന്ന ഒരു സുപ്രഭാതം
വല്ലാതെ വൈകാതെ ഇറാനിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു തീർത്ത് നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ സർക്കാർ മന്ദിരങ്ങൾ പിടിച്ചെടുക്കണമെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകരുതെന്നും നിങ്ങളുടെ തലസ്ഥാനമായിരിക്കെ തെഹ്റാനോട് ചേർന്ന് അമേരിക്കയുടെ സൈനിക പട എത്തിയിട്ടുണ്ട്, അങ്ങോട്ട് കയറേണ്ട കേസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങളിലും പല രൂപത്തിലും പറഞ്ഞാണ്. ഒന്നും എവിടെ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇട്ടെറിഞ്ഞ് പോകാൻ വേണ്ടി പറ്റില്ല, എന്നാലോ മുന്നേറിക്കൊണ്ട് യുദ്ധത്തിൽ ജയിക്കാനും സാധിക്കുന്നില്ല. രണ്ടിനും മധ്യേ കുടുങ്ങിക്കിടക്കുന്ന രീതിയാണ്. ചെകുത്താനും കടലിനും മധ്യേ കുടുങ്ങി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ യഥാർത്ഥത്തിൽ അവസ്ഥ. ഒരു ദയനീയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ടിപ്പോൾ പറയുന്നു ഇറാനുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നു, ആ ചർച്ചാ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഖത്തറും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലോകം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സ്ഥിതികാര്യങ്ങൾ. അപ്പോൾ ഹോർമുസ് എന്ന് പറയുന്ന കടലിടുക്ക്, ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അതിനോട് ചേർന്നിട്ടുള്ള ബാബുൽ മന്ദബ് എന്ന് പറയുന്ന കടലിടുക്ക്, ലെബനാൻ്റെ വിഷയങ്ങൾ, ലെബനാൻ ഇപ്പോൾ സൗദി അറേബ്യയായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന രീതിയാണ്. വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള അവസര കാര്യങ്ങളുണ്ടായിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത്. മാത്രമല്ല, നവംബർ മാസത്തിൽ വീണ്ടും അവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ട്രംപിൻ്റെ നയ നിലപാടുകൾ എത്രത്തോളം ഗുണപരമാണ് എന്നുള്ളത് ഒരു ഹിതപരിശോധനയാണ് വരാൻ പോകുന്നത്. ഹിതപരിശോധന ട്രംപ് പരാജയപ്പെട്ടാൽ പിന്നീട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഭരണ അധികാരത്തിൽ ഇളവുകൾ വരും. ഏകാധിപത്യത്തോട് കൂടിയിട്ട് ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിയന്ത്രണം ട്രംപിന് വരുന്ന സമയത്ത് വലിയ പ്രയാസമാണ്. അങ്ങനത്തെ ഒരു വലിയ മാനസിക പ്രയാസത്തിലും കൂടിയാണ് ട്രംപ് കഴിഞ്ഞു പോകുന്നത് എന്ന് ചുരുക്കമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഇറാനെ ഒരു മണിക്കൂർ പോലും വിശ്രമിക്കാൻ വിടരുത് എന്ന് മുൻപ് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതേ അഭിപ്രായം. ഒരു മണിക്കൂർ അവർ വിശ്രമത്തിൽ വിട്ട് കഴിഞ്ഞാൽ ഒരു മാസം യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ അവർ ശേഖരിക്കുകയും സമ്പാദിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. ഇറാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം അവർക്കുണ്ട് എന്നുള്ളതാണ്. അഥവാ ആദ്യം സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആയുധ നിർമ്മാണങ്ങൾ അവർ ആരംഭിക്കുക എന്നുള്ളൊരു പ്രത്യേകത അത് ഇറാന് മാത്രമുണ്ട്. അമേരിക്കക്ക് പോലും യഥാർത്ഥത്തിൽ അതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് ആയുധത്തിൻ്റെ ഷോർട്ടേജ് അമേരിക്കയെ പോലെയുള്ളൊരു സാമ്രാജ്യ രാജ്യത്തിന് വരുന്ന സമയത്ത് പ്രശ്നം റഷ്യയും ചൈനയും പോലെയുള്ള ലോകത്തിലെ ശക്തരായിരിക്കുന്ന രാജ്യവുമായിട്ട് ഒരു യുദ്ധ മുഖത്ത് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഈ സൈനിക ബലമുള്ള ശക്തിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ആയുധങ്ങളില്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം വരും. അപ്പോൾ ലോകത്തിൻ്റെ സൂപ്പർ പവറുള്ള ഒരു രാജ്യമായിട്ട് അമേരിക്ക ആ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാകുന്ന ഒരു സാഹചര്യങ്ങൾ വരും. അങ്ങനെ മുമ്പൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയെക്കാൾ വലിയ അംഗീകാരം ഉണ്ടായിരുന്നു ബ്രിട്ടൻ ഒരു കാലത്ത്. സൂര്യ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഇന്ന് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ യുദ്ധം ചെയ്താൽ പോലും ബ്രിട്ടന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മണിക്കൂർ പിടിച്ചേക്കാൻ പറ്റില്ല. അത്രക്ക് സൈനികപരമായിരിക്കുന്ന ബലവും ക്ഷയവും വന്നിരിക്കുന്നു. അമേരിക്കയുടെ നയങ്ങൾക്കൊപ്പം അതിൻ്റെ ഒപ്പം പിന്തുണ പ്രഖ്യാപിച്ച് പോകുന്ന ഒരു പ്രത്യേക സ്ഥിതി സാഹചര്യമല്ലാതെ പ്രത്യേകിച്ചൊന്നും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇല്ല. സാമ്പത്തിക തകർച്ചയൊക്കെയുള്ള രാജ്യങ്ങളുടെ പേരിൽ ബ്രിട്ടൻ്റെ പേര് കാണാൻ വേണ്ടി സാധിക്കുന്നു. മാത്രമല്ല, അവരുടെ ഭരണത്തിനും രാജവംശത്തിനൊന്നും വലിയ സ്വാധീനമൊന്നും ആ മേഖലയില്ല. ക്രിസ്തീയ മേഖലയ്ക്ക് പോലും വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ചില മേഖലയൊക്കെ കാണാം ക്രിസ്ത്യൻ പള്ളികളൊക്കെ വിൽപ്പനക്ക് വെച്ചത്. അത് വിലക്ക് വാങ്ങാൻ പണമുള്ളവർക്ക് വിലക്ക് വാങ്ങാം. പലതും മുസ്ലിങ്ങൾ വിലക്ക് വാങ്ങിയിട്ട് പള്ളികളാക്കിയ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇളകി ഒഴുകിപ്പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടൻ ഭരണം നടത്തുന്ന സമയത്ത് അവരുടെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്രിസ്തീയ മിഷനറി സജീവമാക്കുക എന്നുള്ളതാണ്. വലിയ പ്രചാരണം ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കാൻ ബ്രിട്ടീഷ് വലിയ പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരോ നഗരം എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമികൾ ക്രിസ്ത്യാനികളുടെ കൈവശത്തിലായിരിക്കും എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ചർച്ചാണെങ്കിലും അവരുടെ മറ്റേതെങ്കിലും മത പ്രവർത്തന മേഖലയിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും ഏതൊക്കെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഏറ്റവും വില കൂടിയ നഗരപ്രാന്ത പ്രദേശത്തിൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ചർച്ചുകളോ മന്ദിരങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ കാണാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടായി? ബ്രിട്ടീഷുകാരുടെ കാലത്തുനിന്ന് വെറുതെ ലഭിച്ച ഭൂമിയാണത്. വില കൊടുത്ത് വാങ്ങിയ ഭൂമിയല്ല. പിന്നീട് ആ ഭൂമിക്കൊക്കെ ഭയങ്കരമായ വിലകൾ ഉണ്ടായി. ദശകോടികളുടെ വിലകളും ആസ്തികളും ഉള്ള നഗരപ്രാന്ത പ്രദേശത്തിലെ ഈ ഭൂമികളെല്ലാം ഒരു കാലത്ത് വെറുതെ കിട്ടിയതാണ്.
അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലം, ആദ്യം ടിപ്പു സുൽത്താൻ, പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലം, അങ്ങനെ കാണില്ല അത് വരുന്നത്. നമ്മുടെ സർവേ കാണാം, റീസർവേ കാണാം. സർവേ എന്ന് പറയുന്ന സമയത്ത് സർക്കാർ ഈ ഭൂമികൾ ടിപ്പു സുൽത്താൻ്റെ കാലത്തോ അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തോ സർവേ ചെയ്തതാണ്. റീസർവേ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇങ്ങോട്ട് അച്യുതാനന്ദൻ്റെ കാലത്തോ അതല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിൽ മറ്റ് മുഖ്യമന്ത്രിമാരുടെ ഭരണകാലത്തോ സർവേ ചെയ്തതാണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പറയുന്ന കാര്യം, ബ്രിട്ടീഷുകാരൻ്റെ സർവാധിപത്യം ഉള്ള കാലത്തെല്ലാം ഈ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അവർ അസ്തമിച്ചിരിക്കുന്നു. അവർക്കിന്ന് കൂട്ടിയാൽ കൂടൂല എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം.